Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marine Hospital, പാല. നമ്മുടെ മലയാളികൾ ഇപ്പം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് കുടവയർ എന്ന് പറയുന്നത്. അപ്പം ഈ പുറത്തുള്ള ആളുകൾ ഇപ്പം കുറച്ചുകൂടെ ഒന്ന് സ്ലിമ്മായി വരാൻ തുടങ്ങി, പുറത്തുള്ള മലയാളികൾ. പക്ഷേ കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ കുടവയർ എന്ന് പറയുന്നത്. അപ്പം കുടവയർ മാത്രമായിട്ടല്ല വരുന്നത്, അത് ഓൾറെഡി അവർക്ക് ഫാറ്റി ലിവർ കാണും, അതേപോലെ പ്രമേഹം കാണും, BP, കൊളസ്ട്രോൾ കാര്യങ്ങളെല്ലാം കാണും, വെയിറ്റും കൂടിയിരിക്കും, മുഖത്തൊക്കെ കറുത്ത പാടുകൾ വരും. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ് കുടവയർ എന്ന് പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം കാരണങ്ങളുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന കാര്യം ഈ കുടവയർ തന്നെയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു വയറ് അത് ചെറിയൊരു വയറല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അവയവത്തിന് ചുറ്റും അടിഞ്ഞുകൂടിയ കൊഴുപ്പ് തന്നെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാക്കും. അതായത് ഇപ്പോൾ ഈ പറയുന്ന PCOD കണ്ടീഷനും അതേപോലെ തന്നെ പ്രമേഹവും മുഴകളും തടിപ്പും വെയിറ്റ് ഗെയിനും ഫാറ്റ് ഡെപ്പോസിഷനും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ മെയിനായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ശരിക്കും പറഞ്ഞാൽ കുടവയർ വരുന്നതിൻ്റെ ഫർദറായിട്ട് വരുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം നമ്മൾ നോക്കുമ്പോൾ കറക്റ്റാണെന്ന് അളക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ വയറിന് ചുറ്റിനും പൊക്കിളിൻ്റെ ഭാഗത്തേക്ക് വെക്കുന്ന ഒരു അബ്ഡോമൻ സർക്കംഫറൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു ജസ്റ്റ് അളന്ന് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ഹിപ്പ് ഏരിയ അളന്ന് നോക്കുക. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് സിമിലറായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ശരീരം വലിയ കുഴപ്പമില്ലാത്ത ശരീരമാണ്. പക്ഷേ അങ്ങനെ അല്ലാതെ നമ്മുടെ ഹിപ്പ് റേഷ്യോനേക്കാളും കൂടുതലായിട്ട് വയറിന് റേഷ്യോ വന്നു കഴിഞ്ഞാൽ അത് ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ഈ പറയുന്ന കുടവയർ ഉണ്ടാകുന്നത്? അപ്പോൾ കുടവയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ആരോഗ്യ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആരോഗ്യ പ്രശ്നം എന്ന് പറയാനില്ല. പക്ഷേ നമ്മുടെ ശരീരപ്രകൃതവും നമ്മുടെ എന്താ പറയുക ശരീരവും ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ അവർ പറയുന്നത് ഞാൻ വളരെ കുറവാണ് കഴിക്കുന്നത്. കാരണം നേരത്തെ കഴിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ ഇപ്പം കുറവാണ് കഴിക്കുന്നത്, പക്ഷേ വയറെന്തായാലും കുറയുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടായി വയറ് വരുന്നുള്ളത്. അതുമാത്രമല്ല, അതുണ്ട്, പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ ഫാറ്റ് ലിവറാണ്. അതായത് നമ്മുടെ ലിവർ തന്നെ വീങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യും കാലും ശോഷിച്ചായിരിക്കും, അല്ലെങ്കിൽ വണ്ണം കുറവായി, ഈ ഉദ്ദേശിക്കുന്ന അത്രയും വണ്ണം കാണത്തില്ല, പക്ഷേ ഇവരുടെ വയറ് മാത്രം ഇതായിരിക്കും. അങ്ങനെ ഫാറ്റ് ലിവർ കുറയാതെ ഒരു കാരണവശാലും ഈ പറയുന്ന കുടവയർ മാറത്തില്ല. എങ്ങനെയാണ് ഈ കുടവയർ ഉണ്ടാകുന്നത്? അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ബോഡിയിലേക്ക് കയറുമ്പോൾ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ലിവറിലും വയറിന് ചുറ്റുമൊക്കെ അടിഞ്ഞുകൂടുന്നത്. അപ്പം അമിതമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അരിയിലായാലും ഗോതമ്പായാലും മില്ലറ്റുകളായാലും കിഴങ്ങ് വർഗ്ഗങ്ങൾ, മധുരം, ബേക്കറി സാധനങ്ങൾ, ഇതിൻ്റെ അളവ് കൂടുതൽ, ഒന്നുകൂടെ പറയാം, ഇതിൻ്റെ അളവ് കൂടുതലായിട്ട് എടുക്കുന്ന ആളുകളിൽ ഇത് ശരീരം ഉപയോഗിക്കാതെ ഇത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ച് വയറിന് ചുറ്റും അടിഞ്ഞുകൂടി വെക്കുന്നു, ഹിപ്പിൻ്റെ ഏരിയയിൽ വെക്കുന്നു, ബ്രസ്റ്റ് ഏരിയയിൽ വെക്കുന്നു, അങ്ങനെ ലിവറിനകത്ത് വെക്കുന്നു, അങ്ങനെ പല അവയവങ്ങളിൽ വെക്കും. അപ്പം വയറിന് ചുറ്റും അടിഞ്ഞുകൂടുമ്പോഴാണ് ഇത് കുടവയറായിട്ട് മാറുന്നത്. ഇതതിൻ്റെ ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവർ തന്നെ വീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ലിവർ വീങ്ങിയിട്ടുണ്ടോ ഇല്ലയോ, ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നത് എങ്ങനെ? സാധാരണ എല്ലാവരും പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് SGPT SGOT ഒക്കെ ചെക്ക് ചെയ്യും. പക്ഷെ അത് മാത്രമല്ല, ഇതിനകത്ത് SGPT SGOT ഒക്കെ ചെക്ക് ചെയ്ത് കൂടുതലുണ്ടെങ്കിൽ പോയിട്ട് മരുന്നെടുക്കും, അത് കുറഞ്ഞു പറയും എൻ്റെ ഫാറ്റ് ലിവർ മാറിയെന്ന് പറയും. അങ്ങനെയല്ല. ഫാറ്റ് ലിവറിൻ്റെ കണ്ടീഷനിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് വെച്ച് ഫാറ്റ് ലിവർ ഉണ്ടോ എന്നുള്ളത് നോക്കണം. പക്ഷേ ചില കണ്ടീഷനിൽ ഇപ്പോൾ നമ്മുടെ ജോൺ മരീൻസിൽ വരുന്ന ആളുകൾ നമ്മൾ കാണുമ്പോഴേ പറയും, നിങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യേണ്ട, നിങ്ങൾ ലിവർ ഇലസ്റ്റോഗ്രഫി അല്ലെങ്കിൽ ഫൈബ്രോ സ്കാനാണ് ചെയ്യേണ്ടത്. കാരണം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലിവറിൻ്റെ ഒരു പ്രശ്നം പറയും, അന്നേരം വീണ്ടും നമ്മൾ വേറൊരു ചെക്ക് ചെയ്യേണ്ടി വരും. അതിന് പകരം ലിവറിൻ്റെ കണ്ടീഷൻ ക്ലിയറായിട്ട് അറിയാനായിട്ട് നമ്മൾ ഫൈബ്രോ സ്കാനാണ് ചെയ്യുന്നത്. അത് 2000-2500 രൂപയുടെ അടുത്ത് വരും, പക്ഷേ വെറും വയറ്റിലാണ് ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ലിവറിന് എത്രത്തോളം ചുരുങ്ങിയിട്ടുണ്ട്, ഡാമേജ് വന്നിട്ടുണ്ടെന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ കുടവയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിവർ വീക്കമുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി അത് ഈസിയായിട്ട് നമുക്ക് കുറയ്ക്കാനും പറ്റും. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ വളരെ ഈസിയായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, നമുക്ക് എപ്പോഴും ഇരുന്നുകൊണ്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ ഈ വയറിൻ്റെ മസിൽസിന് വലിയ ആക്ടിവിറ്റീസ് ഒന്നും കാണത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, രാവിലെ ടോയ്ലറ്റിൽ ഇരിക്കുന്നു, ഫുഡ് കഴിക്കാനിരിക്കുന്നു, ഡ്യൂട്ടിക്ക് പോകാനായിട്ട് വണ്ടിയിലിരിക്കുന്നു, ഡ്യൂട്ടിയിൽ അവിടെ ഇരിക്കുന്നു, ഫുഡ് കഴിക്കാൻ വീണ്ടും ഇരിക്കുന്നു, തിരിച്ച് ഡ്യൂട്ടിയിലിരിക്കുന്നു, തിരിച്ച് വീട്ടിൽ വരാൻ വണ്ടിയിരിക്കുന്നു, വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് TV കാണുന്നു, ചായ കുടിക്കുന്നു, ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ പേപ്പർ വായിക്കുന്നു, മൊബൈൽ നോക്കുന്നു, എല്ലാം ഇരുന്നുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും ഇരുന്നുകൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ജിമ്മിൻ്റെ വർക്കൗട്ടോ ട്രെഡ്മില്ലോ വാക്കിങ്ങോ എന്തെങ്കിലും കളികളോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇല്ലാത്ത ആളുകളിൽ ഉറപ്പായിട്ടും കുടവയർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ കുടവയർ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് എടുക്കരുത്. അത് ഫർദർ പ്രശ്നങ്ങൾ എപ്പോഴും, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 ലക്ഷത്തിനടുത്ത് കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലെനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ,
ഇത് മെഡിക്കൽ ടെക്സ്റ്റിൽ പറയുന്നത് അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും റൂട്ടായിട്ട് ഈ ഫാറ്റ് ലിവർ ഉണ്ടാകുന്നു, വയറ് ചാടുന്നു, തൈറോയിഡിൻ്റെ വേരിയേഷൻ വരുന്നു, യൂട്രസിലെ മുഴ, ഓവറിലെ സിസ്റ്റ് അങ്ങനത്തെ ചേഞ്ചസ് ഉണ്ടാകുന്നു, അതേപോലെ തന്നെ ബോഡി വെയിറ്റ് കൂടുന്നു, പ്രമേഹം തുടങ്ങുന്നു, രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ഷൻ പോകുന്നത്. അപ്പം എനിക്കൊരു സുപ്രഭാതത്തിൽ ഷുഗർ വന്നല്ലോ എന്ന് പറഞ്ഞ് ആരും ഇരിക്കേണ്ട, കാരണം അതിന് മുമ്പ് വരേണ്ട കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. തൈറോയിഡിൻ്റെ കാര്യങ്ങളിലും ഈ പറയുന്ന ഫാറ്റ് ഡെപ്പോസിഷൻ കൂടും. കാരണം നമ്മളിപ്പം 2 ദോശ പോലും കഴിച്ചാൽ അത് ഉപയോഗപ്പെടുത്താനുള്ള ശേഷി ശരീരത്തിന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു അര ദോശയുടെ ഗ്ലൂക്കോസ് ഉപയോഗിക്കും, ബാക്കി 1.5 ദോശയുടെ ഇത് ഗ്ലൂക്കോസിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതും ഈ കുടവയർ കൂട്ടാനുള്ള കാര്യമാണ്. അപ്പം തൈറോയിഡിൻ്റെ വേരിയേഷനിൽ തൈറോയിഡിൻ്റെ സ്കാന്, തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റ്, തൈറോയിഡിൻ്റെ നോർമൽ ഹോർമോണൽ ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആർക്കെങ്കിലും കുടവയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ട മെഡിക്കൽ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്നാണ് അതിന് പറയുന്നത്. ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 to 24 ആണ് അതിന് നോർമൽ റേഞ്ച് കിടക്കുന്നതെങ്കിലും ഒരു 7ൻ്റെ മുകളിലേക്ക് പോകാനേ പാടില്ല. കാരണം അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് അളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യണം, ഫാസ്റ്റിംഗ് ഷുഗർ ചെക്ക് ചെയ്യണം, എന്നിട്ട് ഇത് രണ്ടും ഇൻറ്റു ചെയ്യണം. ഇത് രണ്ടും ഇൻറ്റു ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 405 405 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കണക്ക് കിട്ടും. അത് 2.9ൻ്റെ മുകളിലോട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അത് വളരെ മുന്നോട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കുടവയർ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എൻ്റെ ഒരു അഭിമാന സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കരുത്. അത് ആദ്യമേ അത് ക്ലിയറാക്കി പോകുവാണെങ്കിൽ അതിൻ്റെ ഫർദർ കോംപ്ലിക്കേഷൻ, കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജും എൻഡിങ് സ്റ്റേജും കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒത്തിരി സ്റ്റേജുകളുണ്ട്. ഇതിൽ നമ്മൾ ഏത് സ്റ്റേജാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അതിന് ട്രീറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനും സാധിക്കും, നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ ഈ 100 കൂട്ടം മരുന്നുകൾ നമുക്ക് BP-ക്കും കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ എടുക്കേണ്ട ആവശ്യം വരത്തില്ല. അതിൻ്റെ അളവ് കുറച്ച്, ഡോസ് കുറച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഒത്തിരിയേറെ ആളുകൾ പറയുന്നതാണ്, ഇതുവരെ എൻ്റെ കൊളസ്ട്രോൾ കുറഞ്ഞിട്ടില്ല, ഞാൻ എത്ര പട്ടിണി കിടത്തിനും കുറഞ്ഞില്ലായിരുന്നു, ഇപ്പോഴാണ് ഇവിടെ വന്ന് 1 മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ നോക്കിയപ്പം എനിക്ക് നല്ല കൊളസ്ട്രോൾ കുറവുണ്ട്, അപ്പോൾ പണ്ടത്തിനേക്കാളും എന്നോട് ഡോസ് കുറയ്ക്കാൻ പറഞ്ഞു ഡോക്ടർ, കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ എന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബോഡി ഒന്ന് റിപ്പയർ ചെയ്ത് ഫങ്ഷനിങ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒത്തിരിയേറെ മരുന്നുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരീരത്തിൽ മെച്ചം തന്നെയാണ് കിട്ടുന്നത്. അതായത് പകുതി പണി ശരീരം എടുത്തോളൂ, ബാക്കി പകുതി പണിക്കുള്ള മരുന്ന് മാത്രം നമ്മൾ എടുക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. അതുകൊണ്ട് കുടവയർ ഒരു നിസ്സാരക്കാരനല്ല, അതൊരു അഭിമാനമായിട്ട് എടുക്കരുത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ മരുന്നുകളില്ലാതെ ആശുപത്രികൾ പോയി ക്യൂ നിൽക്കാതെ ഒക്കെ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.